നമ്മുടെ അമ്മമാർക്കേ, അതായത് ഈ ചില പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ അമ്മമാർക്ക് ഒരു പ്രത്യേക സൈസ് സ്വഭാവമുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാള് കാണുന്നിടത്ത് ചെല്ലുമ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ല, എൻ്റെയൊക്കെ ജീവിതം പോലെ ആകരുത്, അവർ ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ സുഭിക്ഷമായിട്ട് കഴിയണമെന്ന, അതുകൊണ്ട് ഞാൻ അവർ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല, കഞ്ഞിയും കറി ഒന്നും വെക്കാൻ ഞാൻ എൻ്റെ മക്കളെ അനുവദിക്കാറില്ല, വീടടിക്കാനോ മുറ്റടിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പൊങ്ങച്ചൻ പറയും. ചില ചെറുക്കൻ്റെ വീട് കാണാൻ വരുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറയും, എൻ്റെ മോൾക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ചെവിയും കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ വന്ന് അങ്ങനെ പറയണത്, അവൾക്കൊന്നും അറിയത്തില്ല, എല്ലാം വാഷിംഗ് മെഷീനിലിട്ടാൽ തുണി അലക്കാൻ അറിയാവുള്ളൂ, ഒന്നും ഒരു പണിയൊന്നും ചെയ്ത് പഠിച്ചിട്ടില്ല. ഇവിടെ ഇവരെല്ലാം കൂടെ ഉള്ളപ്പോൾ സഹായിക്കും, അവൾ കൂടും, വല്ല ഉള്ളിയൊക്കെ അരിഞ്ഞ് തരുമായിരിക്കും എന്നിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും ഓർക്കുക, ഈ ഒന്നും അറിയാൻ മേലാന്ന് പറയണ ആരുടെ കുഴപ്പമാണ്? ശരിക്കും പറഞ്ഞാൽ ഈ അമ്മമാരുടെ കുഴപ്പമല്ലേ. എനിക്കൊന്ന് ബാക്കി ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും മക്കൾക്കറിയാമെന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവർ പറയും, എൻ്റെ മക്കൾക്ക് അറിയത്തില്ല കേട്ടോ, ഒരു പണി അറിയത്തില്ല കേട്ടോ എന്ന് പറയും. അതേപോലെയുണ്ട്, ഇവർക്ക് അനുഭവിക്കാൻ അനുഭവിച്ചറിയണം എന്നാണ് പറയണത് എല്ലാ കാര്യങ്ങളും. മക്കൾക്ക് ഒരു റേഷൻ കടയിൽ പോകാൻ അറിയത്തില്ല, റേഷൻ കട എവിടെയാണെന്ന് അറിയത്തില്ല, ആൺപിള്ളേർക്കാണെങ്കിലും അറിയത്തില്ല. ഒരു ബസ്സേ കയറിപ്പോയി എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് അറിയത്തില്ല. ഇവർക്കൊന്നും അറിയത്തില്ല. ഈ അറിയത്തില്ല എന്ന് പറയുമ്പോൾ വലിയ കേമാന്നാണ് വിചാരിക്കുന്നത്. അതൊരു കേമവും അല്ല. നമുക്കറിയത്തില്ല എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞിനറിയാം, എൻ്റെ കൊച്ചിനെല്ലാം പഠിപ്പിച്ചാണ് ഞാൻ വിട്ടേന്ന് പറയാനാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് അറിയില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് അത് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ തെറ്റാണ്. നമ്മുടെ മക്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഒരു കടയിൽ പോകാൻ അറിയാൻ മേലാത്ത മകന് ഒരു 18 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ ബൈക്കും മേടിച്ചു കൊടുത്ത് ഇതിൽ വേണേലും വിടില്ലേ? ഇല്ലാത്ത കാശ് മുടക്കി കടവും മേടിച്ച് ലോണും മേടിച്ച് നമുക്ക് ബൈക്ക് മേടിക്കാൻ അറിയാം. നമ്മൾ ഇത് ഞാൻ പറയണത് താഴേക്കിടയിലുള്ളവട്ടും പിന്നെ പാവപ്പെട്ടവൻ തൊട്ട് പണക്കാരൻ വരെയുള്ളവരുടെ കാര്യങ്ങളാട്ടോ പറയണത്. നമ്മൾ അറിയില്ല എന്നല്ലേ. മിക്കവാറും പണക്കാരുടെ മക്കൾക്കൊക്കെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഈ ഒരു ഇടത്തരം കുടുംബത്തിലെ പിള്ളേർക്കാണ് അറിയത്തില്ല എന്ന് പറഞ്ഞ് വലിയ സ്റ്റൈലാണെന്നാണ് വിചാരിച്ചേക്കണേ. അതാദ്യം തന്നെ എടുത്തു കളയാം. മക്കളെ എല്ലാം പഠിപ്പിച്ചിരിക്കണം. അത് എത്ര പഠിക്കുന്ന കൊച്ചാണേലും വേണ്ടില്ല, പഠിക്കില്ലാത്ത കൊച്ചാണെങ്കിലും വേണ്ടില്ല, പൈസയുള്ളവരാണെങ്കിലും അല്ലാതെ നമ്മുടെ മക്കൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ നമ്മൾ ഇടവരുത്തരുത്. നമ്മുടെ മക്കൾക്ക് എല്ലാം അറിയാം. അതാണ് അന്തസ്സ്. നമ്മളെ മക്കൾക്ക് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ധൈര്യപൂർവ്വം ഏതമ്മയ്ക്കും അച്ഛനും പറയാം. ഞാൻ എൻ്റെ കൊച്ചിനെ എല്ലാം പഠിപ്പിച്ചാൽ വിട്ടേക്കണേ എന്ന് പറയാൻ സാധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, എല്ലാവരോടും സഹാനുഭൂതി ഉണ്ടായിരിക്കണം മക്കൾക്ക്. അതായത് ഒരു ദിവസം ഒരു റോഡിലൊരു ആക്സിഡൻറ്റ് നടന്നേ. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് റോഡിൽ കൂടെ പോവുമായിരുന്നു. അപ്പം നിർത്താതെ വിട്ടിടിച്ചു പോയി. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, അതെ ഓഫീസിൽ പോകേണ്ട ടൈമായിരുന്നു, അതുകൊണ്ട് അവിടെ നിർത്തണം എന്നുണ്ടായിരുന്നു, നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ്റെ ഒരു മകൻ വലുതാകുമ്പോൾ ഇയാൾ റോഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ മകൻ തിരിഞ്ഞു നോക്കുന്നു എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഇയാൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക ഇതാണ്, റോഡിൽ കിടക്കണവനെ തിരിഞ്ഞു നോക്കരുത്. ഒരു ദിവസത്തെ ശമ്പളമായിരിക്കും കൂടി വന്നപ്പോൾ അയാളുടെ ഒരു ജീവനാണ് വില. അതുപോലും തിരിഞ്ഞു നോക്കാത്ത കാലമാണിത്. നമ്മുടെ മക്കൾ തിരിഞ്ഞു നോക്കുന്നോർത്ത് ഇത് കാണിച്ചു കൊടുക്കണം. നേരായ വഴിക്ക് ഒരാളെ സഹായിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണെങ്കിൽ അവർ റോഡിൽ കിടക്കണവനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ സഹായിച്ചിട്ടെങ്കിലും പോകും, ഒരു ഓട്ടോറിക്ഷ കയറ്റിയെങ്കിലും വിടും. അങ്ങനെയെങ്കിലും ചെയ്തിട്ടേ പോകുള്ളൂ. പിന്നെ പലരുടെയും വിശ്വാസം എന്നാണെന്നറിയാം, ഒരാൾ റോഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻറ്റ് പറ്റി കിടന്നിട്ടുണ്ടെങ്കിൽ, അതിൽ പോയി തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം എന്നാണ് പറയണത്. നമ്മുടെ നിയമം വിശേഷപ്പെട്ടതാണ്. എന്നാലും അങ്ങനെ ഒരാളുടെ ജീവനാണോ വില? ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലണതാണോ വില? നമ്മളെങ്ങനെയാണ്? പിന്നെ ഒരു കൊച്ചിനോടെ അതിൻ്റെ അമ്മ, ആ കൊച്ചിൻ്റെ അമ്മാവൻ വിദേശത്ത് നിന്ന് വന്നപ്പോൾ കുറേ ചോക്ലേറ്റും മിഠായികളും ഒക്കെ കൊണ്ട് കൊടുത്തേ. അപ്പം ഈ കൊച്ചത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ അവൻ്റെ കൂട്ടുകാരൻ കൊച്ചും അതിൻ്റെ അമ്മയും കൂടെ അവിടെ കയറി വന്നു. അപ്പം ഈ കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ അമ്മ പറയുകയാണ്, എടാ അടുത്ത രാജനും അവൻ്റെ അമ്മയും കൂടെ വന്നിട്ട് നീ ഇതെടുത്ത് മാറ്റി വെച്ചോ. അവനെടുത്ത് മാറ്റി വെച്ചു. 25 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ പെണ്ണ് കെട്ടി ഇവൻ്റെ ഭാര്യയോട് കൂടി ഇവൻ്റെ റൂമിലിരുന്ന് കഴിഞ്ഞപ്പം ഇവൻ്റെ ഭാര്യയ്ക്ക് എന്തോ സാധനമൊക്കെ കൊണ്ട് കൊടുത്ത് ഇവരിങ്ങനെ സന്തോഷിച്ചിരുന്ന സമയത്താണ് ഈ അമ്മ അതിൽ വന്നത്. അപ്പോൾ അമ്മയുടെ തലവെട്ടം കണ്ടത് ഇവൻ ചാടി പറയാണ്, എടി മാറ്റി വെച്ചു, അമ്മ വരുന്നുണ്ട്, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ടാന്ന്. ഇതെന്നാന്നറിയാവോ? കാലം
കണക്ക് തീർക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെ ഇത്. എത്ര കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തിരിച്ച് വന്ന് ചോദിച്ചിരിക്കും കാലം ഇല്ലേ. ഇങ്ങനെ പിന്നെ നമ്മൾ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ച് പഠിപ്പിക്കില്ല. നമ്മുടെ സഹോദരങ്ങളാണേലും സഹോദരങ്ങളുടെ മക്കളാണേലും എവിടെയാണ് ഉള്ളതെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുമോ? അവരുടെ അടുത്ത് ആ കസിൻസിൻ്റെ വീട്ടിൽ കൂടെ അപൂർവം വീടുകളിലേ ഉള്ളൂ കസിൻസിൻ്റെ വീടുകളിൽ പോവുക, അവരോട് കൂട്ടുകൂടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപൂർവം എന്ന് പറഞ്ഞാൽ അപൂർവം. അല്ലാതെ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും അറിയാം, അവരെന്ത് പഠിക്കുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത എത്രയോ പേരുണ്ടെന്നറിയാവോ. ബന്ധങ്ങൾക്കൊരു വില കൽപ്പിച്ച് എപ്പോഴും കൊടുക്കുക. പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കാൻ നമ്മുടെ മക്കളെ. ഇന്നത്തെ കാലത്ത് ഇനി അതൊന്നും പ്രാവർത്തികമല്ല എന്നൊക്കെ ഒത്തിരി പേര് ചിന്തിക്കുമായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും ആ മുതിർന്നവരോട് റെസ്പെക്റ്റ് നമ്മളെപ്പോഴും കാണിച്ച് മക്കളെ വളർത്തുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവുന്നേ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നും അറിയാൻ മേല, നമുക്കറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തേ അവരത് മനസ്സിലാക്കിക്കോളും. മനസ്സിലാക്കാണ്ടൊന്നും ഇരിക്കില്ല അവർ. നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കണേ അതേ മക്കൾ കാണിക്കുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ എന്താണോ, ഞാനും എൻ്റെ ഭർത്താവും എന്താണോ കാണിച്ചു കൊടുക്കണോ അത് എൻ്റെ മക്കൾ കാണിക്കുള്ളൂ. മറ്റുള്ളവരോട് ബഹുമാനിക്കാനും മറ്റുള്ളവരിനെ പെരുമാറണമെന്ന് ഒരു പ്രാവശ്യം അവൻ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, എടാ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരാൾ റോഡിൽ കിടക്കുമ്പോൾ എടാ നമുക്ക് പോയി പിടിക്കാം എന്നും പറഞ്ഞ് വെച്ചാൽ അത് അവനതേ കാണിക്കുള്ളൂ. അവൻ്റെ അച്ഛൻ വീണ് കിടന്നാലും അവനത് ചെയ്യും. അങ്ങനെ നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം നല്ലതായിരിക്കും. മറ്റുള്ള വീട്ടിൽ ചെന്നാലും ഈ പിള്ളേർ സന്തോഷത്തോടെ കഴിയും. അല്ലാണ്ട് വേറൊരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെന്നാ കാണിക്കുന്നത്, പെൺപിള്ളേരുടെ കാര്യം പ്രത്യേകിച്ച്, അവർക്ക് അറിയാൻ മേലാന്നും പറഞ്ഞാൽ അവിടെ ഒരു തിക്കാവും. പിന്നെ അതിൻ്റെ പേരിലാകും പ്രശ്നങ്ങൾ. അതിലും ഭേദമല്ലേ നമുക്കറിയാം. പിന്നെ ഒത്തിരി പ്രശ്നമുള്ള വീട്ടിലേക്കൊന്നും എന്തോരം പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നില്ലേ. കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ടില്ലേ എന്തോരം ഒരു പെങ്കൊച്ചിനെ ഇട്ട് പീഡിപ്പിക്കാൻ. അതങ്ങനെയുള്ളത് ഇടത്തൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ച ശേഷം കല്യാണം നടത്തും. അല്ലെങ്കിൽ കല്യാണം നടത്തണ്ട, വീട്ടിൽ നിന്നോട്ടെ. ഇങ്ങനെ കെട്ടിച്ച് വിട്ടിട്ട് ദുരിതം അനുഭവിക്കണേക്കാളും 100 ഭേദമല്ലേ അതില്ലേ. അപ്പം നമ്മൾ പലവട്ടം ആലോചിച്ച ശേഷം ഓരോ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ഓരോ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.